ഈ ഒരു ഐറ്റം ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാട്ടോ. അത് ഫുൾ ചിക്കൻ പെരട്ടെന്നോ അല്ലെങ്കിൽ നമ്മുടെ കുക്കർ ചിക്കനെന്നോ എങ്ങനെ വേണോ പേരിട്ട് വിളിക്കാൻ പറ്റിയൊരൈറ്റം. ഇഫ്താറിനൊക്കെ ഇങ്ങനെ ഒരു ഐറ്റം ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനത്തെ ഒരു ഐറ്റം. അപ്പോൾ നോക്കിയേ, ഈ ഒരു കാണാൻ ഇച്ചിരി അലങ്കാരത്തിലിരിക്കുവാണെങ്കിലും വളരെ സിമ്പിളായിട്ട് നമ്മൾ നോർമൽ ചിക്കൻ കറി റെഡിയാക്കി എടുക്കുന്ന അതേ ടൈമിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു ഐറ്റം കേട്ടോ. അപ്പോൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇങ്ങനത്തെ റെസിപ്പീസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റായിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നോക്കിയേ, വളരെ സിമ്പിളായിട്ട് ഈ ചിക്കൻ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കിയാലോ. 2 സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മളിതിൻ്റെ മസാലയും ചിക്കനെയും റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. ഇത് പിന്നെ കുക്കറിലൂടെ റെഡിയാക്കി എടുക്കുന്നത്, അതുകൂടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു സവാള കട്ട് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം എടുത്ത് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ടൊമാറ്റോ കട്ട് ചെയ്തതും, അത് കഴിഞ്ഞിട്ട് പച്ചമുളക് 2 ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു പിടി മല്ലിയിലയും, 2 ടീസ്പൂൺ തൈരും, 1 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവരെല്ലാം ചേർത്ത് നല്ലൊരു മസാല റെഡിയാക്കി എടുക്കണം. അതായത് ഒരു പേസ്റ്റ് രൂപത്തിൽ അവരെ അരച്ചെടുക്കാം. നമുക്ക് അവരെ റെഡിയാക്കി ഈ മസാല നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അത് കഴിഞ്ഞ് പൊടി ഐറ്റങ്ങളായിട്ട് ചേർത്ത് കൊടുക്കാം. അതായത് എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ, എരിവില്ലാത്ത കാശ്മീരി ചില്ലി 2 ടീസ്പൂൺ, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ട് നമുക്ക് ഈ മസാലയൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ മസാല ആദ്യം തന്നെ നമുക്ക് ചിക്കനിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കണം. അതായത് ഫുൾ ചിക്കനാണ്, അതിനെ വരഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇതിനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഈ മസാല നമ്മൾ തേച്ച് കഴിഞ്ഞിട്ട് അധികം ടൈം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു ഐറ്റം. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ മസാല ഫുള്ള് തേച്ചെടുക്കണം. മാക്സിമം നിങ്ങളുടെ കയ്യിലുള്ള കുക്കറിൽ പറ്റുന്ന സൈസിനുള്ള ചിക്കൻ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഇത് ചിക്കൻ റെഡിയാക്കി എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 1 കിലോ 1.5 കിലോയ്ക്കകത്ത് വരുന്ന ചിക്കന് ഈ ഒരു മസാല കറക്റ്റ് ആയിരിക്കും. ഞാൻ 1 to 1.5 മസാല ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മസാല എനിക്ക് കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കിയേ, ഞാനാണെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ചിക്കന് കുക്കറിനകത്തോട്ട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. കാലൊന്നും വിട്ടുപോകാതിരിക്കാൻ ഞാൻ ടൂത്ത് പിക്ക് വെച്ച് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ത്രെഡോ എന്തെങ്കിലും വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കഴിയാം. അപ്പോഴേക്കും വെന്ത് കഴിയുമ്പോൾ ഈ കാലൊന്നും സെപ്പറേറ്റ് ആയി പോകത്തില്ല. അത് കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കുക്കറിന് ഇതിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിൽ ഗ്യാസിൻ്റെ ഫ്ലെയിം ഇമ്പോർട്ടൻ്റ് ആട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം ഗ്യാസിൻ്റെ ഫ്ലെയിം എന്ന് പറയുന്നത്. അതായത് നമ്മളിതിന് 20 മിനിറ്റ് വിസിലിട്ട് തന്നെ കുക്ക് ചെയ്യിപ്പിച്ചെടുക്കുന്നത്. പക്ഷേ വിസിൽ കേൾക്കുന്നതിന് മുന്നേ നമ്മളിത് ഓഫ് ചെയ്യും. കറക്റ്റ് 20 മിനിറ്റ് ആകുമ്പോൾ നമ്മളിതിനെ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോഴേക്കും ഈ പരുവത്തിലാകും കേട്ടോ. വിസിലൊക്കെ മാറ്റിയെടുക്കാം നമുക്ക്. അതായത് പ്രഷർ നമ്മൾ തന്നെ റിലീസ് ചെയ്യിപ്പിക്കണം. വിസിൽ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു കടായിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലോട്ട് നമ്മൾ ഒരു സവാള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വാടി കിട്ടാനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ടൊമാറ്റോ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്ത് നമുക്കിതിനെ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അതായത് ടൊമാറ്റോ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടുന്ന നേരത്തേനും ഒന്ന് വെന്ത് കിട്ടണം. അത് കഴിഞ്ഞ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഐറ്റം കേട്ടോ സോസുകൾ. അതായത് നമ്മൾ ഇതിലോട്ട് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും 2 ടീസ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇവരൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ചിക്കനിൽ നിന്ന് കിട്ടിയ ഗ്രേവി ഇല്ലേ, അതുകൂടെ ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഗ്രേവി നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനൊന്ന് കുറുക്കിയെടുക്കണം. അതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. ഇപ്പം നല്ല ലൂസായിട്ടിരിക്കുന്ന ഗ്രേവി നമ്മൾ ഇതിനൊന്ന് വറ്റിച്ചെടുക്കണം. ഇതൊന്ന് ചൂടായി തിളച്ച് കിട്ടുമ്പോൾ നമുക്കിതിലോട്ട് ഒരല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. ഈ മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ ഓൾറെഡി നല്ല രീതിക്ക് വെന്തിട്ട് തന്നെ ഇരിക്കുന്നത്. ഈ സമയത്തിന് കറക്റ്റ് ടൈമിൽ ഇത് വെന്ത് കിട്ടും കേട്ടോ. 20 മിനിറ്റ് പെർഫെക്റ്റ് ടൈമാണ്. ചിക്കൻ ആവശ്യത്തിനുള്ള പരുവത്തിൽ വെന്ത് കിട്ടും. അധികം ഒന്നും ഉടഞ്ഞും പോകത്തില്ല. ആ സമയമാകുമ്പോൾ തന്നെ ഈ ചിക്കനെ ഇതിലോട്ട് എടുത്തൊന്ന് മാറ്റി കൊടുക്കുക. ഈ ഗ്രേവി ഒന്ന് കുറുകി കിട്ടണം. ഇപ്പോൾ അധികം കുറുകിയിട്ടില്ല, കാരണം ഈ ചിക്കൻ്റെ പുറത്ത് നമ്മളിനി ആ ഗ്രേവിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഈ ചിക്കനിലോട്ട് ഈ ഗ്രേവിയും കൂടെ ഒന്ന് പിടിച്ച് കിട്ടുന്നത്. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഈ ഗ്രേവിയാണ് ഇതിന് ഇത്രയും പെർഫെക്റ്റ് ടേസ്റ്റ് കൊടുക്കുന്നത്.
ഈ ഗ്രേവി ഇതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുത്ത് നമ്മളിങ്ങനെ കുറുക്കിയെടുക്കണം കേട്ടോ. ഈ മസാല എല്ലായിടവും പിടിക്കത്തക്ക രീതിയിൽ നമ്മൾ നന്നായിട്ട് ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഈ ഗ്രേവി ഈ കൺസിസ്റ്റൻസിയിൽ നിന്ന് നെക്സ്റ്റ് ലെവലിലോട്ട് ഒന്ന് കുറുകി കിട്ടണം കേട്ടോ. അതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതായത് ഇച്ചിരി നമുക്ക് ഇങ്ങനെ ഗ്രേവി ആയിട്ട് എടുക്കുമ്പോൾ കിട്ടുകയും വേണം, എന്ന് കഴിഞ്ഞാൽ അധികം ലൂസായി പോകാനും പാടില്ല. അങ്ങനെ ഞാൻ എന്താ എല്ലാ ഭാഗത്തോട്ടും നന്നായിട്ട് ഈ മസാല റെഡിയാക്കി കൊടുക്കുന്നുണ്ട്, ഇതിൻ്റെ പുറത്തോട്ടൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയാൽ നമ്മളെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു സൂപ്പർ ടേസ്റ്റ് ആയിട്ട് മസ്റ്റ് ട്രൈ ആയിട്ട് കേട്ടോ. ഞാൻ എന്താ ഇച്ചിരി അലങ്കാരത്തിനായിട്ട് പുറത്ത് മല്ലിയിലൊക്കെ വിതറി കൊടുത്തിട്ടുണ്ട്, സൈഡിലൊക്കെ കുക്കുംബറൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതൊരു ഐറ്റത്തിൻ്റെ കൂടെ ആയിരുന്നാലും പെർഫെക്റ്റ് മാച്ചിങ്ങിൽ പോകുന്ന ഒരു ഐറ്റം കേട്ടോ. ചിക്കൻ ഇഷ്ടമുള്ളവരുടെ ഒരു മസ്റ്റ് ട്രൈ ആയിട്ട് കേട്ടോ. അപ്പോൾ ഇതുവരെയും റെഡിയാക്കിയിട്ടില്ലാത്തവർ എന്തായാലും റെഡിയാക്കി നോക്കണം. ഇഫ്താറിന് ഒരു ദിവസമെങ്കിലും ഇതൊന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ. നമുക്ക് നോർമൽ ചിക്കൻ കറി റെഡിയാക്കി എടുക്കുന്ന അതേ ടൈമിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഈ ചിക്കൻ കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ ടൈമിങ്ങും ഫ്ലെയിമിൻ്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക, കമൻസൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ബായ്.